നെറ്റിൻ്റെ ചെറിയ വേരിയേഷൻ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഒരു എളുപ്പമുള്ളൊരു ഏരിയ ആയിരുന്നു. നമുക്കൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞത്? 1857 റിവോൾട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു 2-3 ഏരിയ കൂടെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പാഠം തീരും. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ പൊതുവെ നമ്മൾ പഠിച്ചു തരുന്നത് എന്താണ്? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിഡൻസ്, അതായത് ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അതിനെതിരെ ഇന്ത്യക്കാർ എന്ത് ചെയ്തതാ, അവർക്കെതിരെ ചെറുത്തുനിന്നുമാണ് നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞു വന്നത്. മെയിനായിട്ട് 2 കാര്യങ്ങൾ, അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയിലും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുകയുണ്ടായി? ഒരു യൂണിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏകീകൃതമായിട്ടൊരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു റിവോൾട്ട് ആരംഭിച്ചു. അതിന് മുന്നേ പഠിച്ച റിവോൾട്ടൊക്കെ ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ ഒതുങ്ങി നിന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ ഒട്ടുമിക്ക വിഭാഗങ്ങളും ആദ്യമായി ഒരുമിച്ച് നിന്നുകൊണ്ട് പങ്കെടുത്ത ഒരു റിവോൾട്ട് ആയിരുന്നു 1857 കലാപം, 1857 റിവോൾട്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞു. ലാസ്റ്റ് എന്ത് സംഭവിച്ചു? 1859 കലാപം പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെ അതിൻ്റെ ഒരു എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെയിനായിട്ട് എന്തെങ്കിലും ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഇതിൽ പങ്കെടുത്ത ഓരോ വിഭാഗം ആൾക്കാരും അവർക്ക് വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് 1857 കലാപം പരാജയപ്പെടുകയും ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് മെയിനായിട്ട് പഠിക്കുന്ന 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് ഡ്രെയിൻ തിയറിയാണ്. അതിന് മുന്നേ നമുക്ക് അത് എന്താണെന്ന് അറിയണം. ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ബേസിക് അറിയേണ്ട കാര്യം 1885 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ടെക്സ്റ്റിൽ കുറച്ച് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 1857 കലാപം പരാജയപ്പെട്ടു എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കലാപത്തെ നയിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ ആരംഭിച്ച ലോക്കലായി നടന്ന പല ചെറിയ ചെറിയ സമരങ്ങളും അല്ലെങ്കിൽ 1857 കലാപമായാലും പരാജയപ്പെട്ടതിനുള്ള മെയിൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു അഖിലേന്ത്യ ഇന്ത്യ മൊത്തത്തിൽ വ്യാപിക്കുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 1857 കലാപം എന്ത് ചെയ്തത്? പരാജയപ്പെട്ടത്. അതിനുശേഷമുള്ള കാലഘട്ടം പറഞ്ഞാൽ ചെറിയ ചെറിയ സംഘടനകൾ എന്ത് ചെയ്യുണ്ടായി? ഉയർന്നു വന്നു. ചെറിയ ചെറിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനകൾ ഉയർന്നു വരികയുണ്ടായി. പക്ഷേ ഇന്ത്യ മൊത്തത്തിൽ നിന്ന് വ്യാപിക്കുവാൻ ആ സംഘടനയ്ക്ക് സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 1885 എവോ ഹ്യൂം എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, എവോ ഹ്യൂം, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു പോയാൽ മതി. 1885 എവോ ഹ്യൂം എന്ത് രൂപീകരിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. 1885 ഡിസംബറിൽ എവോ ഹ്യൂം എന്ത് രൂപീകരിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ഒരു നാഷണലിസം അല്ലെങ്കിൽ ഒരു ദേശീയ വികാരം, ഒരു ഫീലിംഗ് ഉണ്ടായത് ഈ INC വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ എന്തുകൊണ്ടാണ് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്കിടയിൽ എന്തുണ്ടായിരുന്നില്ല? യൂണിറ്റി ഉണ്ടായിരുന്നില്ല, ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല. ഓരോ വിഭാഗം ആൾക്കാരും അവർക്ക് വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ പിടിച്ചെടുക്കുവാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഏകത ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ ഇന്ത്യക്കാർ ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കി ഇന്ത്യയുടെ പൊതുവായ ശത്രുക്കൾ ഇവിടെയുള്ള ആൾക്കാരല്ല, മറിച്ച് വെളിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷുകാരാണ്. ആ ഒരു വികാരമാണ് പിൽക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പോരാടുവാൻ ഇന്ത്യയിലെ ജനങ്ങളെ സഹായിച്ചത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാന സംഘടന ഏതുതന്നെയായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. നിങ്ങൾ അറിഞ്ഞു പോയാൽ മതി, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പോൾ 1885 എവോ ഹ്യൂമാണ് എന്ത് സ്ഥാപിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ഒരു നാഷണലിസം അല്ലെങ്കിൽ ഒരു ദേശീയത എന്നൊരു വികാരം വളർത്തിയെടുക്കുവാൻ ഈ സംഘടനയിലൂടെ എന്ത് ചെയ്തു? സാധിക്കുകയും ചെയ്തു. അപ്പം എന്താണ് നാഷണലിസം ചോദിച്ചു കഴിഞ്ഞാൽ ജാതി മത വർഗ ഭേദമന്യേ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധമാണ് ഏത്? നാഷണലിസം. ഒറ്റവാക്കി പറഞ്ഞത് സെൻസ് യൂണിറ്റി അല്ലെങ്കിൽ നമ്മൊരു സെൻസ് ഓഫ് യൂണിറ്റി, നമ്മളെല്ലാം തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു ബോധം. അപ്പോൾ കാസ്റ്റ്, ക്രീഡ്, സെക്സ് അല്ലെങ്കിൽ എങ്ങനെ ജാതി മത വർഗ ലിംഗഭേദമൊന്നും ഇല്ലാതെ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് ഉള്ളൊരു വികാരം, ദ സെൻസ് ഓഫ് യൂണിറ്റി, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ബോധത്തെയാണ് നമ്മൾ നാഷണലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് അറിഞ്ഞു പോയാൽ മാത്രം മതി. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്നൊരു വികാരം വളർത്തിയെടുക്കുവാൻ നമ്മൾ ഒരുപാട് സഹായിച്ചത് എന്തുതന്നെയായിരുന്നു? ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. ഓക്കെ, ഇനി ഒരു കാര്യങ്ങൾ അറിയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞാൽ 1885 രൂപീകരിച്ച INCക്ക് 3 ഫേസ് ഉണ്ടായിരുന്നു, 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസ് പറഞ്ഞാൽ 1885 മുതൽ 1905 വരെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ്. 1885 മുതൽ 1905 വരെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ്, 1ാം ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇനി രണ്ടാം ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ 1905 മുതൽ 1915 അല്ലെങ്കിൽ 1917 വരെയുള്ള ഘട്ടത്തെയാണ് നമ്മൾ സെക്കൻഡ് ഫേസ് എന്നറിയപ്പെടുന്നത്. ഇനി തേർഡ് ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ 1915 അല്ലെങ്കിൽ 17 മുതൽ 1948 വരെയുള്ള ഫേസിനെയാണ് നമ്മൾ മൂന്നാമത്തെ ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു പോയാൽ മാത്രം മതി. നമ്മൾ ഈ ഇത്രയും ഫസ്റ്റ് പറയുന്ന കാര്യം ബേസിക്കായി ഇനി അടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ബേസിക് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ 1885 ഇന്ത്യയിൽ ആദ്യമായി ഒരു അഖിലേന്ത്യാ തലത്തിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് സ്ഥാപിച്ചത് എവോ ഹ്യൂം ആയിരുന്നു. അപ്പോൾ ഈ INCക്ക് 3 ഫേസ് ഉണ്ടായിരുന്നു, 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1885 മുതൽ 1905 വരെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ അന്ന് INCയിൽ പ്രധാനമായി സ്ഥാനമുണ്ടായിരുന്നത് മോഡറേറ്റ്സ് ആയിരുന്നു. മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികൾക്കായിരുന്നു. 1885 മുതൽ 1905 വരെയുള്ള ഒന്നാമത്തെ ഘട്ടത്തിൽ INCയിൽ കൂടുതലായി റോൾ ഉണ്ടായിരുന്നത് മിതവാദികൾക്കായിരുന്നു, അല്ലെങ്കിൽ മോഡറേറ്റ്സുകൾക്കായിരുന്നു. അതിനായിട്ട് പറഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, നിങ്ങൾ പഠിക്കേണ്ട സാറിന് പോയി മാത്രം മതി. സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത പോലെയുള്ള പ്രമുഖരായ നേതാക്കളാണ് ഈ സമയത്ത് ഈ പറഞ്ഞ INCയിൽ കൂടുതലായി അല്ലെങ്കിൽ മോഡറേറ്റ്സിൻ്റെ വിഭാഗത്തിൽ കൂടുതലായും ഉണ്ടായിരുന്നത്. ഇനി ഇവരുടെ ആയിട്ടുള്ള പ്രത്യേകത, ഇവർ ബ്രിട്ടീഷുകാരെ നേരിട്ട് എതിർക്കാൻ തയ്യാറായില്ല. മറിച്ച് സമരങ്ങളിലൂടെയോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഹർത്താലുകളിലൂടെ എന്ത് ചെയ്യുക, ബ്രിട്ടീഷർ എതിർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ മോഡറേറ്റ്സ് ശ്രമിച്ചത്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആരംഭിക്കുവാനൊന്നും ഈ മോഡറേറ്റ്സുകൾക്ക് സാധിച്ചിട്ടില്ല, മിതവാദികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മോഡറേറ്റ്സുകൾക്കെതിരെ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമത്തെ ഫേസിൽ എത്തുമ്പോൾ ഇതിലേക്ക് എക്സ്ട്രീമിസ്റ്റുകൾ വരുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആര് വരുന്നുണ്ട്, തീവ്രവാദികൾ വരുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ 1905, 15 അല്ലെങ്കിൽ 17 ഘട്ടത്തിൽ ഇതിലേക്ക് എക്സ്ട്രീമിസ്റ്റുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ തീവ്രവാദികൾ വരുന്നത്. നമ്മൾ ഇതേപോലെ തീവ്രവാദികളല്ല, മറിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരു ഓപ്പണായിട്ട് നേരിട്ട് ഒരു സമരം ആരംഭിച്ചത് കൊണ്ടാണ് അവരെ തീവ്രവാദികളുടെ പേരിൽ വിശേഷിപ്പിക്കുന്നത്. അത് നിങ്ങൾ അറിയണം. ഫസ്റ്റ് ഫേസ് സ്പീഡ് കൂടുന്നുണ്ടോ? അല്പം ഒന്ന് സ്പീഡിൽ പോകുമ്പോൾ തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ. ഫസ്റ്റ് മോഡറേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പേര് പഠിച്ചു കൊടുക്കുക. ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ടായിരുന്നു, സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ടായിരുന്നു, അതുപോലെ ഫിറോസ് ഷാ മേത്ത ഉണ്ടായിരുന്നു. അവരുടെ പരിപാടികൾ എങ്ങനെയായിരുന്നു? ഒരു നേരിട്ട് എതിർക്കാതെ ഒരു ഹർത്താലുകളിലൂടെ അല്ലെങ്കിൽ സമരങ്ങളിലൂടെ എന്ത് ചെയ്യുക, ബ്രിട്ടീഷർ എതിർക്കാനാണ് ശ്രമിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ 1905, 15 വരെയുള്ള സ്റ്റേജ് പറയുമ്പോൾ എക്സ്ട്രീമിസ്റ്റുകൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ തീവ്രവാദികൾ എത്തുന്നുണ്ട്. അവരാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഓപ്പണായിട്ട് എന്ത് ചെയ്തത്, സ്ട്രഗിൾസ് ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. നമുക്ക് അവിടെ 2 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ലാൽ പാൽ ബാൽ, അവർ 3 പേരുമാണ് എക്സ്ട്രീമിസ്റ്റിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. എക്സ്ട്രീമിസ്റ്റിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയും ചോദിച്ചാൽ ലാൽ പാൽ ബാൽ. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ലാൽ പാൽ ബാൽ എന്നിവർ ആരായിരുന്നു ചോദിക്കാം. ലാല ലജ്പത് റായ് ഉണ്ടായിരുന്നു, ബിപിൻ ചന്ദ്രപാൽ ഉണ്ടായിരുന്നു, ബാലഗംഗാധര തിലകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയായിരുന്നു? ലാൽ പാൽ ബാൽ. ആ 3 പേരുടെ ഷോർട്ട് നെയിമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലാല ലജ്പത് റായ് ഉണ്ടായിരുന്നു, വിപിൻ ചന്ദ്രപാൽ ഉണ്ടായിരുന്നു, അതേപോലെ ബാലഗംഗാധര തിലകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദ വിഭാഗത്തിലെ നയിക്കുകയും ചെയ്തിരുന്നത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ. നമ്മൾ ഒരു 6ാമത്തെ പാഠത്തിൽ കൂടുതലായും പഠിക്കുന്നത് ഈ പറഞ്ഞ 3ാമത്തെ ഏരിയയെക്കുറിച്ചാണ്. 3ാമത്തെ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, 3ാമത്തെ ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 15 അല്ലെങ്കിൽ 17 മുതൽ 48 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതറിയപ്പെടുന്നത് ഗാന്ധിയൻ എറ എന്ന പേരിലാണ്. നിങ്ങൾ ടെക്സ്റ്റിൻ്റെ സൈഡിൽ എവിടെയും കുറിച്ച് വെച്ച് പോയാൽ മാത്രം മതി. ഇതെല്ലാം നിങ്ങൾക്ക് എടുത്ത് സ്കൂളിലായാലും എടുത്ത് പഠിച്ച് പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് അറിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ 3ാമത്തെ സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്നത് ഗാന്ധിയൻ എറ എന്ന പേരിലാണ്. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് വളരെ സജീവമായി ആര് പങ്കെടുത്ത് തുടങ്ങിയത്? ഗാന്ധിജി പങ്കെടുത്ത് തുടങ്ങുകയും ചെയ്തത്. അതിനുശേഷമാണ് INC ഒരു മാസീവായിട്ട് അല്ലെങ്കിൽ ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുകയും സാധാരണക്കാരെ ആൾക്കാർ INCയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഗാന്ധിജിയുടെ വരവിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് INCയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ളത്. 1885 എവോ ഹ്യൂമാണ് INC സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമേ ആരംഭിച്ചൊരു അഖിലേന്ത്യാ സംഘടനയായിരുന്നു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന് 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ഘട്ടം 1885 മുതൽ 1905 വരെ ആയിരുന്നു. അന്ന് ആരായിരുന്നു? മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികളായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1905 മുതൽ 15 അല്ലെങ്കിൽ 17 വരെയും പറയപ്പെടുന്നുണ്ട്. അതാരാണ്? എക്സ്ട്രീമിസ്റ്റുകളാണ് നമുക്ക് അവിടെ ചോദിക്കുന്നത്. അതിൽ പ്രമുഖ നേതാക്കൾ ലാൽ പാൽ ബാൽ ചോദിക്കാം. ആരൊക്കെയായിരുന്നു? ലാലാ ലജ്പത് റായ് ഉണ്ടായിരുന്നു, വിപിൻ ചന്ദ്രപാൽ ഉണ്ടായിരുന്നു, അതേപോലെ ബാലഗംഗാധര തിലകനുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 17 അല്ലെങ്കിൽ 15 മുതൽ 48 വരെയുള്ള സ്റ്റേജാണ് പറയപ്പെടുന്നത്. അത് ഗാന്ധിയൻ യുഗം എന്ന പേരിൽ അല്ലെങ്കിൽ ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ബേസിക് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡ്രെയിൻ തിയറിയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിലൊന്നാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. എന്താണ് ചോർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ മോഡറേറ്റ്സിലെ പ്രമുഖനായ നേതാവായിരുന്ന ദാദാഭായ് നവറോജി, ഈ പറഞ്ഞ മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികളിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഒരാളായിരുന്ന ദാദാഭായ് നവറോജി മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. അപ്പം മിതവാദികളിൽ അല്ലെങ്കിൽ മോഡറേറ്റ്സിൽ പ്രമുഖനായിരുന്ന ദാദാഭായ് നവറോജി മുന്നോട്ട് വച്ച ഒരു സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ സമ്പത്ത് ഇന്ത്യക്കാർ പോലും അറിയാതെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഇന്ത്യയുടെ സമ്പത്ത് നമ്മുടെ ഇന്ത്യക്കാർ പോലും അറിയാതെ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തത്തെയാണ് നമ്മൾ ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ഡ്രെയിൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഡ്രെയിൻ തിയറി ദാദാഭായ് നവറോജി അവതരിപ്പിച്ചത് തൻ്റെ പുസ്തകമായിരുന്ന പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്ക് അത് മാത്രം വൺ ക്വസ്റ്റ്യൻ ചോദിക്കാം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന തൻ്റെ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഡ്രെയിൻ തിയറി എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അപ്പം ദാദാഭായ് നവറോജി ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് തൻ്റെ പുസ്തകമായിരുന്ന പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയായിരുന്നു. നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതിൻ്റെ വക്താവ് അല്ലെങ്കിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ദാദാഭായ് നവറോജി ഏത് പുസ്തകത്തിലൂടെയാണ് ഡ്രെയിൻ തിയറി എന്ത് ചെയ്ത് അവതരിപ്പിച്ചെന്ന് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തൻ്റെ പുസ്തകമായിരുന്ന പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് ദാദാഭായ് നവറോജി എന്ത് ചെയ്തത്? ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത്. അപ്പോൾ ഡ്രെയിൻ തിയറി എന്താണെന്നല്ല നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നത്, അപ്പോൾ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇങ്ങനെ തിയറി അവതരിപ്പിച്ചത്. ഡ്രെയിൻ തിയറിയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യക്കാർ പോലും അറിയാതെ ഇന്ത്യയുടെ സമ്പത്ത് എവിടേക്ക് പോകുന്നുണ്ട്? ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയും അത് ഏത് രീതിയിലാണ് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ 4 പോയിൻറ്റ് 4 മാർക്കാണ് ചോദിക്കുന്നത്. 4 പോയിൻറ്റ് 4 മാർക്ക്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്. നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്. ഫസ്റ്റ് എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്, അതായത് ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടീഷർ എന്ത് ചെയ്യാണ്? അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, കാർഷിക മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യവസായ മേഖല ആയിക്കോട്ടെ, ഇവിടെ നിന്നുള്ള പല റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ അവരെന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ശേഖരിച്ച് എവിടെ കൊണ്ടുപോകുന്നു? ബ്രിട്ടീഷ് നാടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്. അപ്പോൾ ഇന്ത്യക്കാരുടെ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടീഷർ എന്ത് ചെയ്യുന്നു? ശേഖരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് നാടുകളിലേക്ക് എന്ത് ചെയ്യുന്നു? കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, സാലറി ആൻഡ് പെൻഷൻ ടു ദി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. സാലറി ആൻഡ് പെൻഷൻ ടു ദി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. അന്ന് ബ്രിട്ടീഷ് നാട് അല്ലെങ്കിൽ ഇന്ത്യ അന്ന് ബ്രിട്ടീഷുകാരുടെ കോളനിയാണ്. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ആര് തന്നെയാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിലുണ്ട്. പട്ടാളമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല വിഭാഗമായിക്കോട്ടെ, ഒട്ടുമിക്ക ഏരിയയിലും ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഓഫീസർ എന്ത് ചെയ്യുന്നു? പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് നൽകുന്നു? സാലറി നൽകുന്നു, പെൻഷൻ നൽകുന്നു. 2 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അവർക്ക് സാലറി നൽകുന്നുണ്ട്, അതേപോലെ എന്ത് നൽകുന്നുണ്ട്? പെൻഷനും നൽകുന്നുണ്ട്. ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. അത് ബ്രിട്ടീഷുകാരല്ല ശമ്പളം നൽകുന്നത്. ബ്രിട്ടീഷ് എന്ന് വെച്ചാൽ അവരുടെ നാടുകളിൽ നല്ല ശമ്പളം നൽകുന്നത്, മറിച്ച് ഇന്ത്യയിൽ നിന്ന് ഈ ഫണ്ടുകൾ ശേഖരിച്ച് എന്ത് ചെയ്യുന്നു? അല്ല, ഇന്ത്യക്കാരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാലറിയും പെൻഷനും നൽകുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സമ്പത്ത് അവിടേക്ക് പോകുന്നുണ്ട്. കാരണം
ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവിടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നാട്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം ആര് കൊടുക്കണം? അവിടെ തന്നെ കൊടുക്കണം. പക്ഷേ അതേ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശമ്പളം കൊടുക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് അല്ല, മറിച്ച് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് പണം ശേഖരിച്ചുകൊണ്ട് ആർക്ക് നൽകുന്നത്? സാലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൻഷൻ ആയിക്കോട്ടെ, അത് ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് നൽകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താ? സാലറി ആൻഡ് പെൻഷൻ ടു ദി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായിട്ടുള്ള സാലറിയും പെൻഷനും എവിടെ നിന്ന്? ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ആ രീതിയിലൂടെ നമ്മുടെ സമ്പത്ത് എവിടേക്ക് പോകുന്നു? ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നു. രണ്ട് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ദി ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ. പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ദി ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതാണ്, ഇന്ത്യയിലുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ശേഖരിക്കുന്നുണ്ട്. എവിടെ കൊണ്ടുപോകുന്നു? ബ്രിട്ടീഷ് നാടുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. അതിനുശേഷമുള്ള പ്രത്യേകത, ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന റോ മെറ്റീരിയൽസ് അവർ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റാക്കി മാറ്റും, ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. അതേ ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യും. വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ബ്രിട്ടീഷ് നാടുകൾ എത്തിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനെ അവിടെ വെച്ച് പ്രൊഡക്റ്റ് ആക്കുന്നു, ഉൽപ്പന്നങ്ങളാക്കി ആ പ്രൊഡക്റ്റിന് വലിയ വിലയ്ക്ക് എവിടെ കൊണ്ടുവന്നു? ഇന്ത്യയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ലാഭം അല്ലെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോയിന്റ് എന്താണ്? പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ദി ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രൊഡക്റ്റ് നിർമ്മിച്ചു, ഒരു വസ്തു, ഒരു ഉൽപ്പന്നം നിർമ്മിച്ചു. അതേ ഉൽപ്പന്നം തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് ലാഭം ആർക്ക് ലഭിക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെയും ഇന്ത്യയുടെ സമ്പത്ത് എവിടേക്ക് പോകുന്നു? ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുകയും ചെയ്യുന്നു. ഫൈനലി ടാക്സ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് നികുതികളാണ് ബ്രിട്ടീഷുകാർ പിരിച്ചിരുന്നത്. നമ്മൾ ആദ്യം പഠിച്ചതാണ്, അവരേർപ്പെടുത്തിയ നികുതി പരിഷ്കാരങ്ങൾ, ഭൂനികുതി പരിഷ്കാരം നമ്മൾ പഠിച്ചതായിരുന്നു. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി, മഹൽവാരി പോലെയുള്ള ഒരുപാട് നികുതി പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് സമ്പത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുണ്ടായി? ശേഖരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ നമുക്ക് 4 മാർക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്ത്യയുടെ സമ്പത്ത് ഏത് രീതിയിലാണ് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നത്? ഹൗ ഡിഡ് ദ ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ? ഹൗ ഡിഡ് ദ ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നത്? അപ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് നമ്മൾ പോലും അറിയാതെ ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദാദാഭായ് നവറോജി ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത്, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. അതിൻ്റെ പുസ്തകമായിരുന്ന പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതനുസരിച്ച് അദ്ദേഹം പറയുന്ന കാര്യം, ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇത്രത്തോളം ദാരിദ്ര്യം നേരിടുന്നതിന് കാരണമായി തീരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്, ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടീഷ് നാടുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കയറ്റുമതി ചെയ്യുന്നത്. രണ്ടാമതായി സാലറി ആൻഡ് പെൻഷൻ ടു ദി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി ശമ്പളം നൽകുന്നുണ്ട്, അതേപോലെ എന്തുകൊണ്ട്? പെൻഷനും നൽകുന്നതിലൂടെ പോകുന്നുണ്ട്. മൂന്നാമതായി പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ദി ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി പ്രൊഡക്റ്റാക്കി മാറ്റി അതേ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അതിലൂടെ ഒരുപാട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം അവർ നേരിടുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ടാക്സ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്ന് പിരിച്ചിടുന്ന നികുതികളിലൂടെയും ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൂടെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നതാണ് ദാദാഭായ് നവറോജി എന്ത് ചെയ്തത്? പറയുകയും ചെയ്തത്. ദാദാഭായ് നവറോജി മാത്രമല്ല, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തിയറീസ് മുന്നോട്ട് വെച്ച് R.C. ദത്ത് ഉണ്ട്, R.C. ദത്ത് ഉണ്ട്, അതുപോലെ തന്നെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവരെല്ലാവരും ഈ കാര്യം പറയുകയുണ്ടായി. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് പൊതുവെ അറിയപ്പെടുന്നത് എക്കോണമിക് നാഷണാലിസം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അറിഞ്ഞാൽ മതി നിങ്ങൾ, എക്കോണമിക് നാഷണാലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദാദാഭായ് നവറോജി, അതുപോലെ R.C. ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ, പ്രത്യേകിച്ച് ദാദാഭായ് നവറോജിയാണ് ഇവരെന്ത് ചെയ്യുകയുണ്ടായി? ഒരു തിയറി മുന്നോട്ട് വെച്ചു. അപ്പോൾ അത് ഇന്ത്യക്കാർക്കിടയിൽ എക്കോണമിക് നാഷണാലിസം, അപ്പോൾ സാമ്പത്തികമായിട്ട് പറയുമ്പോൾ ഒരു സാമ്പത്തിക ദേശീയത വളർത്തുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷുടെ ചൂഷണങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുവാൻ ഇന്ത്യൻ ജനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തത്. ഓക്കെ, സ്പീഡ് കൂടിയുള്ള കാര്യം മനസ്സിലായാലും എന്താണെന്ന് നമ്മളൊരു കാര്യം മാത്രമേ പഠിച്ചുള്ളൂ. എന്താണ്? നിങ്ങൾ ഈ 2 പോയിന്റ്, ഒന്ന് ആ ബുക്കിൻ്റെ പേര് പഠിച്ചുകൊള്ളുക, രണ്ടാമത് എങ്ങനെയാണ് ഈ സമ്പത്ത് ബ്രിട്ടീഷ് നാടുകളിലേക്ക് ചോരുന്നത് എന്നുകൂടി പഠിച്ചുകൊള്ളുക. യെസ്, അപ്പോൾ നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കാൻ പോകുന്നു. ലാസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നു.
സാധാരണയായിട്ട് 3 മാർക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്വദേശി മൂവ്മെൻറ്റ്. ലാസ്റ്റ് ഏരിയയിൽ പോകും നമ്മൾ സ്വദേശി മൂവ്മെൻറ്റ്. യെസ്, സ്വദേശി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ എന്താ സ്വദേശി? ആ പേരിനകത്ത് തന്നെ ഉണ്ട്. സ്വദേശി എന്താണ്? സ്വന്തം ദേശം. അപ്പം സ്വന്തം ദേശത്തുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? സ്വദേശി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം ദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക, അതേപോലെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്യുക. അതറിയപ്പെടുന്നതാണ് ഏത് പേരുള്ള? സ്വദേശി എന്ന പേരുള്ള. അപ്പം അതിൻ്റെ പിറകിലൊരു കാരണം എന്തുകൊണ്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. 1905 ലോർഡ് കഡ്സൺ. അപ്പോൾ 1905 ലോർഡ് കഡ്സൺ അല്ലെങ്കിൽ കഡ്സൺ പ്രഭു ബംഗാളിനെ 2ആയി ഡിവൈഡ് ചെയ്തു. 1905 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഡ്സൺ പ്രഭു എന്ത് ചെയ്യുകയുണ്ടായി? ബംഗാളിനെ 2ആയി ഡിവൈഡ് ചെയ്തു. അപ്പോൾ അന്ന് ബംഗാളിനെ ഡിവൈഡ് ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. കാരണം ബംഗാൾ വലിയ പ്രദേശമാണ്. അപ്പം ഇത്രത്തോളം വലിയ പ്രദേശമായി ബംഗാളിനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബംഗാളിനെ ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ബംഗാൾ ഭരിക്കുവാൻ സാധിക്കൂ എന്നാണ് ആര് പറഞ്ഞത്? ലോർഡ് കഡ്സൺ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പേരിൽ യഥാർത്ഥ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. മറിച്ച് ഇന്ത്യയിൽ വളർന്നു വന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റ് എന്ത് ചെയ്യുക? തകർക്കുക. അപ്പോൾ അന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബംഗാളിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റ് അല്ലെങ്കിൽ ഐക്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നതിന് വേണ്ടിയാണ് കഡ്സൺ പ്രഭു എന്ത് ചെയ്തത്? ബംഗാളിനെ 2ആയി ഡിവൈഡ് ചെയ്തത്. ആ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ 1905 ലോർഡ് കഡ്സൺ അല്ലെങ്കിൽ കഡ്സൺ പ്രഭു ബംഗാളിനെ 2ആയി ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്തിനും ചോദിച്ചപ്പോൾ അത് എന്താ പറയുന്നത്? ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് ബംഗാളിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം അതായിരുന്നില്ല. മറിച്ച് ബംഗാളിൽ ഉയർന്നു വന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റ് എന്ത് ചെയ്യുക? തകർക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. എന്നാൽ ഇതേ കാര്യം ആര് മനസ്സിലാക്കി? ഇന്ത്യക്കാർ മനസ്സിലാക്കുകയും അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻറ്റ് ആയിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഒരു ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തിനെതിരെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി മൂവ്മെൻറ്റ്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഏത്? സ്വദേശി പ്രസ്ഥാനം. അവർ ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വിരുദ്ധ മനോഭാവം എന്ന നിലയിൽ ബംഗാളിനെ ഡിവൈഡ് ചെയ്തപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന ഒരു ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻ്റ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്വദേശി മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പേര് തന്നെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ബോയ്ക്കോട്ടിങ് ബ്രിട്ടീഷ് പ്രൊഡക്റ്റ്. അത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കണം. എൻ്റെ പോയിന്റ് പറഞ്ഞാൽ ബോയ്ക്കോട്ടിങ് ബ്രിട്ടീഷ് പ്രൊഡക്റ്റ്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുക. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക? ഇന്ത്യക്കാരുടെ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഏതെന്നുള്ള പോയിന്റ് ചോദിച്ചത് തന്നെയാണ്. ദ മേജർ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ഫോർ ദി ആൻറ്റി പാർട്ടിഷൻ മൂവ്മെൻറ്റ് ഇൻ ബംഗാൾ ഇൻ 1905 വാസ് ദി ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്. അപ്പം ഒരു ആൻറ്റി പാർട്ടിഷൻ മൂവ്മെൻ്റ് ആയിട്ടൊരു ഈ വിഭജനത്തിനെതിരെ ആരംഭിച്ച പ്രസ്ഥാനമായിട്ടാണ് സ്വദേശി മൂവ്മെൻറ്റ് നമ്മൾ എടുത്ത് പറയപ്പെടുന്നത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിൻ ഗുഡ്സ് പൂർണ്ണമായിട്ടും ബോയ്ക്കോട്ട് ചെയ്യുക. ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ ഫോറിൻ ഉദ്ദേശിക്കുന്ന ആര് തന്നെയാണ്? ബ്രിട്ടീഷുകാർ തന്നെയാണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബോയ്ക്കോട്ട് ചെയ്യുക, പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുകയായിരുന്നു ഏതിൻ്റെ ലക്ഷ്യം? ഈ പറഞ്ഞ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അതിന് പുറമെ എന്ത് ചെയ്യുക? ഇൻഡിജിനിയസ് ആയിട്ടുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫോറിൻ ഗുഡ്സ് പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക? ബോയ്ക്കോട്ട് ചെയ്യുക. അതേ സ്ഥാനത്ത് ഇൻഡിജിനിയസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഇൻഡിജിനിയസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കൂടുതലായും ഉപയോഗിക്കുകയും ചെയ്യുക. ഇതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് സ്വദേശി മൂവ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് അവർ എന്ത് ചെയ്യുന്നു? പബ്ലിക്കായി കളക്ട് ചെയ്യുകയും അത് പബ്ലിക്കായിട്ട് ബേൺ ചെയ്യുകയും ചെയ്തു. അതായത് പബ്ലിക്കായിട്ട് പല പ്രദേശങ്ങളിൽ നിന്നും സ്വീകരിക്കുകയും അത് പൊതുവായി തന്നെ എന്ത് ചെയ്യുകയും ചെയ്തു? അവർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ആസ് പാർട്ട് ഓഫ് ദി അജിറ്റേഷൻ ഫോറിൻ ഗുഡ്സ് വെയർ കളക്റ്റഡ് ആൻഡ് ബേൺഡ് പബ്ലിസിറ്റി. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയുണ്ടായി? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും അത് പൊതുവായി പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുകയും ചെയ്തു?
കത്തിക്കുകയും അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ 1905 ലോർഡ് കൺസൺ ബംഗാളിൽ 2ആയി ഡിവൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലക്ഷ്യം എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ത് ചെയ്യുക? തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പം ഒരു ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻ്റ് ആയിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻ്റ് ആയിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905. ഇനി അതിൻ്റെ ഏറ്റവും മുന്നോട്ട് ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോയ്ക്കോട്ടിങ് ഫോറിൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫോറിൻ ഗുഡ്സ്, വിദേശ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനോടൊപ്പം സ്വദേശി എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുകയും ടു എൻകറേജ് സ്വദേശി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നമുക്കിനി എന്ത് വേണ്ട? ബ്രിട്ടീഷുകാരുടെ യാതൊരു ഉൽപ്പന്നങ്ങളും വേണ്ട. അവരുടെ വസ്ത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മറ്റ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് അതൊന്നും വേണ്ട. മറിച്ച് എന്ത് മാത്രം മതി? ഇന്ത്യക്കാരുടെ ഉൽപ്പന്നങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം മതിയെന്ന് ഇവരെന്ത് ചെയ്യുകയും ചെയ്തു? ഇതിലൂടെ തീരുമാനിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പബ്ലിക്കായിട്ട് ഒരു കളക്ട് ചെയ്യുകയും പബ്ലിക്കായിട്ട് എന്ത് ചെയ്തു? ബേൺ ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ കത്തിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഒരുപാട് ഇൻഡിജീനിയസ് ഫാക്ടറീസ് ആരംഭിച്ചത്. അപ്പോൾ ഈ സമയത്താണ് ഇന്ത്യയിൽ പല പ്രദേശങ്ങളായി ഒരുപാട് ഫാക്ടറീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ കമ്പനികൾ എന്ത് ചെയ്തതാണ് ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്റൈൽസ് മിൽസ്, ഒരുപാട് ടെക്സ്റ്റൈൽസ് ആരംഭിച്ചു. ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ടായിരുന്നു. അതുപോലെ സോപ്പ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു. അതുപോലെ മാച്ച് ബോക്സ് ഫാക്ടറീസ്. അപ്പോൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ നേരിട്ട് പറഞ്ഞാൽ എന്തൊക്കെ? ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു, സോപ്പ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു, അതുപോലെ മാച്ച് ബോക്സ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ ഈ നാഷണൽ ആയിട്ടുള്ള ചില ബാങ്കുകൾ, ഈ സമയത്ത് ഒരുപാട് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനീസൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നേരിട്ട് പറഞ്ഞു വന്നതുപോലെ ഫോറിൻ ഗുഡ്സ് അല്ലെങ്കിൽ ഫോറിൻ പ്രൊഡക്റ്റ് പൂർണ്ണമായിട്ടും നമ്മൾ ബഹിഷ്കരിക്കുക. അതേ സ്ഥാനത്തേക്ക് എന്തുപയോഗിക്കുക? ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ വന്നപ്പോൾ ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായിട്ടും കത്തിക്കുകയും ചെയ്തു. അതേ സമയത്ത് ഒരുപാട് ചെറിയ ഫാക്ടറീസ് എന്ത് ചെയ്തു? ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ടെക്സ്റ്റൈൽസ് മിൽസ് ഉണ്ടായിരുന്നു, ഈ തുണികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ മില്ലുകളുണ്ടായിരുന്നു. പിന്നെ സോപ്പ് ഫാക്ടറികളുണ്ടായിരുന്നു, മാച്ച് ബോക്സ് ഫാക്ടറീസ്, തീപ്പെട്ടി നിർമ്മിക്കുന്ന ചെറിയ കമ്പനികളുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് പിന്നെ ചെറിയ രീതിയിൽ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനിയൊക്കെ എന്ത് ചെയ്യുണ്ടായി ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്തു. പിന്നെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലായി ഒരു ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രീസ് ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്യുകയുണ്ടായി. ബംഗാളിലെ കെമിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അതുപോലെ ടാറ്റ സ്റ്റീൽ പ്ലാന്റ്, ബംഗാൾ കെമിക്കൽ സ്റ്റോർ. എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, ടാറ്റ സ്റ്റീൽ കമ്പനീസ് ആരംഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ചില കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന് വ്യവസായ മേഖലയ്ക്ക് വേണ്ടിയുള്ള ചില കമ്പനീസ് ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഇനി ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമൂഹത്തിലെ കോമൺ പീപ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരെ ആൾക്കാർ വൻതോതിൽ എന്ത് ചെയ്യുകയുണ്ടായി? ഇതിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് വുമൻസ് ഉണ്ടായിരുന്നു, അതുപോലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതുപോലെ വാഷർമാൻ ഉണ്ടായിരുന്നു, പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ലേബേഴ്സ്, വർക്കേഴ്സ്, പെസൻസ് തുടങ്ങിയ ഒട്ടുമിക്ക ആൾക്കാരും ഏതിൽ പങ്കെടുക്കുകയുണ്ടായി? ഈ പറഞ്ഞ സ്വദേശി മിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ എടുത്ത് പറയുമ്പോൾ മാസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻസ് ആൻഡ് സ്റ്റുഡൻസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മെയിൻ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ദ മാസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻസ് ആൻഡ് സ്റ്റുഡൻസ്. വൻതോതിൽ ഇതിൽ ആരൊക്കെ? സ്ത്രീകളും അതുപോലെ കുട്ടികളും എന്ത് ചെയ്യുകയുണ്ടായി? പങ്കെടുക്കുകയും ചെയ്തു. അന്ന് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള പല ആഭരണങ്ങൾ, അവരുടെ മാല, വള, കമ്മൽ പോലെയുള്ള ഒരുപാട് വിദേശ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ആഭരണങ്ങളുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ആരും ഉപേക്ഷിച്ചു? സ്ത്രീകൾ ഉപേക്ഷിച്ചു. കുട്ടികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിൻ സ്കൂൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുകയുണ്ടായി? ബഹിഷ്കരിച്ചു. വിദേശ സ്കൂളുകൾ പൂർണ്ണമായിട്ടും കുട്ടികൾ എന്ത് ചെയ്തു? ബഹിഷ്കരിക്കുകയും അത്തരം സ്കൂളുകൾ പോകാതിരിക്കുകയും ചെയ്തു. അന്ന് സ്വദേശിയമായ സ്കൂളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കൂടുതലായും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നൽകുന്ന ബ്രിട്ടീഷ് സ്കൂളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തോടു കൂടി, ഈ പാർട്ടീഷനോട് കൂടി ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെ ബ്രിട്ടീഷ് സ്കൂളുകൾ പഠിക്കാൻ പോകാതിരിക്കുകയും ചെയ്തു. ഇനി വാഷർമാനെക്കുറിച്ച് പറഞ്ഞാൽ, അലക്കാരെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ അലക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ അലക്കാതിരിക്കുകയും ചെയ്തു. പ്രീസ്റ്റ് അല്ലെങ്കിൽ പൂജാരികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചസ് ഉണ്ട്, ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളികളിൽ ബ്രിട്ടീഷ് രീതിയിലുള്ള ആചാരങ്ങളിൽ ആരാധന പൂർണ്ണമായിട്ട് ഇവരെന്ത് ചെയ്തു? ഉപേക്ഷിക്കുകയും
ചെയ്തു. ഇത്രയാണ് മെയിനായിട്ട് പറയപ്പെടുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ദ മാസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ലേബേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വെയർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. അപ്പം ആരൊക്കെയായിരുന്നു മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ വുമൻസ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ ലേബേഴ്സ്. ഇവിടെ ലേബേഴ്സ് എടുത്ത് പറയപ്പെടുന്ന ആരെയാണ്? വാഷർമെനാണ്. അവരെന്ത് ചെയ്യുണ്ടായി? മെയിനായിട്ടും വാഷ്മാനെ കുറിച്ച് പറഞ്ഞത് വാഷർമാൻ ടുക്ക് എ വ്യൂ ദാറ്റ് ദേ കുഡ് നോട്ട് വാഷ് ഫോറിൻ ക്ലോത്ത്. അതായത് വിദേശ വസ്ത്രങ്ങൾ ഇനി അലക്കത്തില്ല എന്ന് ആര് തീരുമാനിച്ചു? വാഷർമാൻസ് തീരുമാനിച്ചു. അതേപോലെ ദ പ്രീസ്റ്റ് ഫോർ ദാറ്റ് ദേ വുഡ് നോട്ട് പെർഫോം റിച്വൽസ് ആൻഡ് പ്രേയേഴ്സ് യൂസിങ് ഫോറിൻ ഐറ്റംസ്. അതായത് ബ്രിട്ടീഷ് രീതിയിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ആരാധന പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ആരാധന പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മാസീവായിട്ടുള്ള സ്ട്രഗിളായി മാറുവാൻ ഏതിന് സാധിച്ചു? ഈ പറഞ്ഞ വുമണിന് സാധിച്ചു. ഇനി വുമൻസ് ആണെങ്കിൽ വുമൻസ് ബോയ്ക്കോട്ടഡ് ഫോറിൻ ബാംഗിൾസ് ആൻഡ് അറ്റൻസിൽസ്. ഈ വിദേശത്തുള്ള വളകൾ, മാലകൾ, കമ്മലൊക്കെ എന്ത് ചെയ്തു? സ്ത്രീകൾ ഉപേക്ഷിക്കുകയും ചെയ്തു. കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് കിഡ് സ്കൂൾസ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മൂവ്മെൻറ്റ്. വിദേശ സ്കൂളുകൾ പൂർണ്ണമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യുകയുണ്ടായി? ബഹിഷ്കരിക്കുകയും ചെയ്തു. ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റായി മാറുവാൻ ഏതിന് സാധിച്ചു? സ്വദേശി മൂവ്മെൻറ്റിന് സാധിക്കുകയും ചെയ്തു. ഇനി സ്വദേശി മൂവ്മെൻറ്റ് ആദ്യം നയിച്ചത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇവിടെ പറഞ്ഞു പോയത്. സ്വദേശി മൂവ്മെൻറ്റ് ആദ്യം നയിച്ചത് മോഡറേറ്റ്സ് ആയിരുന്നു. മിതവാദി നേതാക്കളാണ് എന്ത് ചെയ്തത്? ഇതാദ്യം നയിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1905 വരെ ആയിരുന്നു മോഡറേറ്റ്സിൻ്റെ പീരീഡ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരംഭിച്ച സമയത്ത്, സ്വദേശി മൂവ്മെൻറ്റ് ആരംഭിച്ച സമയത്ത് ഇത് നയിച്ചത്, ലെഡ് ചെയ്തത് ആരായിരുന്നു? മോഡറേറ്റ്സ് ആയിരുന്നു. പക്ഷേ മോഡറേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാകാത്തത് കൊണ്ട് 1905 അവസാനത്തോടു കൂടി അതിലേക്ക് ആരെത്തി? എക്സ്ട്രീമിസ്റ്റുകൾ എത്തുകയും ചെയ്തു. അല്ലെങ്കിൽ തീവ്രവാദി നേതാക്കളായിരുന്ന ആരൊക്കെ? ലാൽ പാൽ ബാൽ ഇതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. പക്ഷേ ഈ മൂവ്മെൻറ്റ് പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തു. സമരം പരാജയപ്പെട്ടെങ്കിലും 1911 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹാർഡിഞ്ച് സെക്കൻഡ്, ടെക്സ്റ്റിനകത്ത് ഇല്ല, നിങ്ങൾ അവിടെ വേണമെങ്കിൽ കുറിച്ച് വെച്ചുകൊള്ളുക. 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇവർ നടക്കുന്നത്. കൊണ്ടുവന്ന ആരും ചോദിച്ചാൽ ലോർഡ് കഴ്സൺ ആയിരുന്നു. കഴ്സൺ പ്രഭുവാണ് ബംഗാളിൽ രണ്ടായി ഡിവൈഡ് ചെയ്തത്. എന്നാൽ റദ്ദാക്കിയത്, അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇവർ റദ്ദാക്കിയത് ഹാർഡിഞ്ച് സെക്കൻഡാണ്. അത് റദ്ദാക്കുകയും ചെയ്ത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കത്തില്ല, PSC എക്സാമിന് ഒരുപാട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബംഗാൾ ഇവർ നടപ്പിലാക്കിയത് ആരായിരുന്നു? ലോർഡ് കഴ്സനും. അത് നിർത്തലാക്കിയത് ഹാർഡിഞ്ച് രണ്ടാമനും ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കാര്യം എന്തും ചോദിച്ചാലും ഒന്നും പറഞ്ഞു പോകാം. നമുക്ക് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്വദേശി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞെന്താ? 1905 ലോർഡ് കഴ്സൺ ബംഗാളിനെ രണ്ടായി എന്ത് ചെയ്തു? വിഭജിച്ചു. എന്തിനു വേണ്ടി അദ്ദേഹം പറഞ്ഞതാ? ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, അല്ലെങ്കിൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് ബംഗാൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നത്. ബംഗാളിനെ പോലെയുള്ള ഇത്രയും വലിയൊരു പ്രദേശത്തെ ഒറ്റയ്ക്ക് ഭരിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ബംഗാളിന് എന്ത് ചെയ്യാൻ പോകുന്നു? രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം അതായിരുന്നില്ല. മറിച്ച് എന്തായിരുന്നു? ബംഗാളിൽ ഉയർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിനുണ്ടായിരുന്നത്, ഈ വിഭജനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ഈ കാര്യം ആര് മനസ്സിലാക്കി? ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുകയും അവരെന്ത് ചെയ്തു? ഈ ഒരു ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻറ്റിനെതിരെ മറ്റൊരു മൂവ്മെൻറ്റ്, ഒരു ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻറ്റ് ആയിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണേത്? സ്വദേശി മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ബോയ്ക്കോട്ടിങ് ദ ഫോറിൻ ഗുഡ്സ്. വിദേശ വസ്തുക്കൾ പൂർണ്ണമായിട്ടും, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ വസ്തുക്കളെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുമാത്രമല്ല, അതേ സമയത്ത് കൂടുതലായും എൻകറേജ് ദി ഇൻഡിജിനിയസ് പ്രൊഡക്റ്റ്. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? വളർത്താൻ, അല്ലെങ്കിൽ അതിന് മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇതിലൂടെ അവർ കൈക്കൊള്ളുകയും ചെയ്തത്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഒരു പബ്ലിക്കായിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ക്ലോത്ത് അല്ലെങ്കിൽ മറ്റു പ്രൊഡക്റ്റ് എല്ലാം കളക്ട് ചെയ്യും, പബ്ലിക്കായിട്ട് ബേൺ ചെയ്യുകയും ചെയ്തു, കത്തിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പല പ്രദേശങ്ങളായി ഒരുപാട് ചെറിയ ഫാക്ടറീസ് ഇവർ ആരംഭിച്ചു. എന്തൊക്കെയായിരുന്നു? അന്ന് ടെക്സ്റ്റൈൽസ് മിൽസ് ഉണ്ടായിരുന്നു, പിന്നെ സോപ്പ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു, മാച്ച് ബോക്സ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ബാങ്കും ഇൻഷുറൻസ് കമ്പനീസൊക്കെ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. പിന്നെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അവർ ചില വ്യവസായങ്ങൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് ബംഗാളിൽ ആരംഭിച്ച കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിൽ ആരംഭിച്ച ടാറ്റ സ്റ്റീൽ പ്ലാന്റ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ ബ്രിട്ടീഷ് വ്യവസായങ്ങളെ പൂർണ്ണമായി മാറ്റി ഇന്ത്യക്കാരുടെ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ആരംഭിക്കുകയും ചെയ്തത്. പിന്നെ നമ്മൾ നേരെ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ദി മാസീവ് അല്ലെങ്കിൽ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് വാസ് എന്തായിരുന്നു? ദി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് അല്ലെങ്കിൽ മാസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ആരൊക്കെ? വുമൻസ്, സ്റ്റുഡൻസ്, വാഷ്മാൻ, പ്രീസ്റ്റ്. നമുക്കിതിനെ ഒരുമിച്ച് എന്ന് പറയാം, ലേബേഴ്സ് എന്ന് പറയാം. അപ്പം അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുകയുണ്ടായി? ഈ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. സ്ത്രീകൾ പങ്കെടുത്തു,
കുട്ടികൾ പങ്കെടുത്തു, അലക്കുകാർ പങ്കെടുത്തു, അതുപോലെ പൂജാരികൾ പങ്കെടുത്തു, ലേബേഴ്സ് ഒരുപാട്, അല്ലെങ്കിൽ വർക്കേഴ്സ് ഒരുപാട് തൊഴിലാളികൾ എന്ത് ചെയ്യുണ്ടായി ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ചുരുങ്ങിയ കാലത്തിനുള്ള ഒരു മാസി മൂവ്മെൻറ്റായി മാറുവാൻ, ബഹുജന പ്രക്ഷോഭമായി മാറുവാൻ ഏതിന് സാധിച്ചു? സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. പിന്നെ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നേരെ പോയത് വുമൻസ് എന്ത് ചെയ്യുണ്ടായി? ഫോറിനായിട്ട് അട്ടൻസിൽസ് അല്ലെങ്കിൽ ബാംഗിൾസ്, വിദേശത്തുള്ള വളകൾ, മാല, കമ്മലൊക്കെ എന്ത് ചെയ്തു? അവരത് വേണം നോക്കിയുണ്ടായും. യൂണിറ്റ്സ് ആണെങ്കിൽ കരുതി ഫോറിൻ സ്കൂൾസ്, വിദേശ സ്കൂളുകൾ പൂർണ്ണമായിട്ട് അവരെന്ത് ചെയ്തു? ബഹിഷ്കരിക്കുകയും ചെയ്തു. വാഷ്മാൻ ആണെങ്കിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ അലക്കലും തീരുമാനിക്കുകയുണ്ടായി. പ്രീസ്റ്റ് ആണെങ്കിൽ വിദേശ രീതിയിലുള്ള ഈ ഒരു ആചാരങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ള ഒരു മാസിയായിട്ടുള്ള മൂവ്മെൻറ്റായി ഇത് മാറുകയും ചെയ്തു. നമ്മൾ നേരെ പോയത് ഇത് ഫസ്റ്റ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് ഇത് നയിച്ചത് ആരായിരുന്നു? മോഡറേറ്റ്സ് ആയിരുന്നു, മിതവാദികളാണ് എന്ത് ചെയ്തത്? തുടക്കത്തിൽ ഈ സ്വദേശമെൻ്റ് നയിച്ചത്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാകാത്തത് കൊണ്ടായിരിക്കും പിന്നീട് ആരിലെത്തിയതില്ല? എക്സ്ട്രീമിസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ എക്സ്ട്രീമിസ്റ്റ് ആരെന്ന് മാത്രം നമുക്ക് ചോദിക്കും. ആരൊക്കെയായിരുന്നു? ലാൽ, പാൽ, ബാൽ. വിപിൻ ചന്ദ്രപാൽ ഉണ്ടായിരുന്നു, ലാല ലജ്പത് റായ് ഉണ്ടായിരുന്നു, ബാല ഗംഗാധരതിലകൻ ഉണ്ടായിരുന്നു. അപ്പം സ്ട്രോങ് ആയ ഒരു മൂവ്മെൻറ്റായി മാറിയെങ്കിലും വിജയിച്ച പോലെ നേട്ടം ഉണ്ടാക്കുവാൻ അതിന് സാധിച്ചില്ല. ബ്രിട്ടീഷ് എന്ത് ചെയ്തു? സഫറുദ്ദീൻ മൂവ്മെൻറ്റ് ഇതിനെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുകയാണ് ചെയ്തത്. പക്ഷേ അത് അടിച്ചമർത്തിയെങ്കിലും പിൽക്കാലത്ത് 1911 കൂടി ബംഗാൾ ഇവനെ പൂർണ്ണമായും റദ്ദാക്കുകയുണ്ടായി. ആരായിരുന്നു? ഹാർഡിഞ്ച് സെക്കൻഡ് എന്ത് ചെയ്തു? അതിനെ റദ്ദാക്കുകയും ചെയ്തു. ഓക്കെ, പഠിച്ചത് ലാൻഡ് റവന്യൂ പോളിസീസ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഭൂനികുതി വ്യവസ്ഥകളാണ് ആദ്യം പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. റൈറ്റ് വാരി സമ്പ്രദായവും മഹൽവാരി സമ്പ്രദായവും. നോക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ 3 നികുതി പരിഷ്കാരം നടപ്പിലാക്കിയ റീജിയൻ ഏത് പ്രദേശത്താണ് നടപ്പിലാക്കിയത്? ഒരു മാർക്ക് ചോദിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം, റൈറ്റ് വാരിയോ മഹൽവാരിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് ലാൻഡ് സിസ്റ്റം ഒക്കെ 1 വേർഡ് 2 മാർക്ക് എടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് 3 മാർക്ക് നമുക്ക് ചോദിക്കാം. അത് ആദ്യം പഠിക്കുക. പിന്നെ നമ്മൾ നേരെ പോയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പഠിച്ചത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ് നമ്മൾ രണ്ടാമത് പഠിച്ച് എളുപ്പമാണ്. എന്താണ്? ഫുഡ് ക്രോപ്സിൽ നിന്ന് ഇതിലേക്കുള്ള ക്യാഷ് ക്രോപ്സിലുള്ള ഒരു മാറ്റം അറിയപ്പെടുന്നതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഇൻഡിഗോ റിവോൾട്ട്, ഇന്ത്യക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ പല പ്രദേശത്ത് ആരംഭിച്ച പല റിവോൾട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അല്ല, ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഇൻഡിഗോ റിവോൾട്ടാണ് ആദ്യം പഠിച്ചത്. അതായത് ബ്രിട്ടീഷുകാർ അന്ന് എന്ത് ചെയ്യുണ്ടായി? നികുതി അവർക്ക് ടാക്സ് കളക്ട് ചെയ്തത് എന്തായിട്ടാണ്? പണമായിട്ടാണ് കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് അതിനു വേണ്ടി അവർ അവരുടെ കൈവശമുണ്ടായിരുന്ന അല്ലെങ്കിൽ നീലം ഒരുപാട് ഇന്ത്യക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയുണ്ടായി. പിന്നീട് ആർട്ടിഫിഷ്യൽ കളക്ട് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അതിനെതിരെ ഇന്ത്യക്കാർ നടപ്പിലാക്കിയ സമരത്തെയാണ് നമ്മൾ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് കേരളത്തിലെ റിവോൾട്ടാണ്. അവിടെ പറഞ്ഞത് മലബാർ റിബല്യൻ അല്ലെങ്കിൽ മാപ്പിള കലാപം പഠിച്ചു. അവിടെ നോക്കാനുള്ളത് മാപ്പിള കലാപം അടിച്ചമർത്തനെ കൊണ്ടുവന്ന പോലീസ് വിഭാഗം MSP മലബാർ സ്പെഷ്യൽ പോലീസ് നോക്കിക്കൊള്ളുക. അതേപോലെ അത് അന്വേഷിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ പഠിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരെ പോയത് റിവോൾട്ട് കുറിച്യ റിവോൾട്ടാണ് നേരെ പറഞ്ഞത്. പിന്നെ പഠിച്ചത് കുറിച്യ റിവോൾട്ടാണ്. കുറിച്യ റിവോൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് വയനാട്ടിലെ കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ആരംഭിച്ചത് എന്ന് നമുക്ക് 3 മാർക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ലീഡേഴ്സ് രാമൻ നമ്പിയുടെ പേര് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും അഗ്രികൾച്ചറിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഏതിലേക്കാണ്? ഇൻഡസ്ട്രിയിലേക്കാണ് പോയത്. അവിടെ എത്തുമ്പോൾ ആദ്യം പഠിച്ചത് എന്താണ്? ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഡിസീസ്, ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാം എടുത്ത് പറഞ്ഞു പോകുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഏരിയ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിക്കൊള്ളുക. ഇവിടെ നമ്മൾ 5 പോയിന്റാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നത്? മറ്റേ ബ്രിട്ടീഷുകാരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ ഒരു നിർമ്മിതി, അതേപോലെ എക്സ്പാൻഷൻ റെയിൽവേയുടെ വ്യാപനം, പിന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് നൽകുന്ന കുറഞ്ഞ ശമ്പളം, പിന്നെ റോ മെറ്റീരിയൽസിൻ്റെ കടന്നുവരവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്തിന് കാരണമായത്? ഇന്ത്യയുടെ ട്രഡീഷണൽ തകർന്നുള്ള കാരണമായി മാറുകയും ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇന്ത്യയുടെ തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചുകൊള്ളുക. പിന്നെ നമ്മൾ പറഞ്ഞെന്താ? നേരെ പോയി കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിരുന്നു 1857 റിവോൾട്ടാണ് പഠിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്.
അത് പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് പോയിന്റ് എടുത്ത് പറഞ്ഞു പോയത്. ടെക്സ്റ്റിനകത്ത് അങ്ങനെ അതിൻ്റെ കോസസ് എടുത്ത് പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ ആ കോസ് ഉൾപ്പെടെ പഠിച്ചുകൊള്ളുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ കോസ്, പിന്നെ അത് എന്ത് സംഭവിച്ചു, പിന്നെ അതിൻ്റെ ലീഡേഴ്സിൻ്റെ പേര് മസ്റ്റായി പഠിച്ചിരിക്കണം. നമുക്ക് മേത് ഫോളോയിങ് ചോദിക്കാം, എവിടേക്കാണ് ഓരോ ആൾക്കാരും നയിച്ചതെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചുകൊള്ളുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 2 കാര്യങ്ങൾ, ഒന്ന് ഡ്രെയിൻ തിയറിയാണ്, ചോർച്ചാ സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് എപ്രകാരമാണ് ബ്രിട്ടീഷ് നാടുകളിലേക്ക് പോകുന്നത്, ദാദാബായ് നവറോജിയുടെ ആ തിയറി എന്ത് ചെയ്യുക, നോക്കിക്കൊള്ളുക. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്വദേശി മൂവ്മെൻറ്റ്, ലാസ്റ്റ് പഠിച്ച നമ്മൾ സ്വദേശി മൂവ്മെൻ്റ് ആണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു, സ്വദേശി പ്രസ്ഥാനമാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് മെയിനായിട്ടും ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള. ഇനി നമ്മൾ എടുത്ത ഏരിയയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത്രയും നമ്മൾ മെയിനായിട്ട് ഇത്രയും മാത്രമേ ഈ പാഠത്തിൽ പഠിച്ചുള്ളൂ. വളരെ എളുപ്പമുള്ള പാഠമാണ്, ഇമ്പോർട്ടൻ്റുമാണ്.